ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എണ്ണം മുന്നറിയിപ്പില്ലാതെ 50 ആക്കി കുറച്ചതിനെതിരെ പ്രതിഷേധം. കാക്കനാട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലാണ് പ്രതിഷേധം. ഇതോടെ ടോക്കൺ എടുത്ത് ടെസ്റ്റ് എത്തിയവർ പോലും എന്തു ചെയ്യണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എണ്ണം മുന്നറിയിപ്പില്ലാതെ 50 ആക്കി കുറച്ചതിനെതിരെ കോഴിക്കോട് പ്രതിഷേധം. കൊടുവള്ളി RTOയുടെ കീഴിലുള്ള മുക്കം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് പ്രതിഷേധം. എസ് ശ്യാംകുമാർ ഉണ്ട് കൊച്ചിയിൽ, രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട്. ശ്യാമിലേക്ക് പോകുന്നു. ശ്യാം, ഇത് മെയ് 1 നടപ്പാക്കുമെന്ന് അറിയിച്ചിരുന്നതാണ്. അത് അറിയിച്ചിരുന്നപ്പോൾ തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ ആളുകൾ പറഞ്ഞിരുന്നതുമാണ്. ഇതിപ്പോൾ ഇന്ന് നടപ്പാക്കാനുള്ള കാരണം എന്താണ് ശ്യാം? ഹഷ്മിയ, കാരണമാണ് ആർക്കും അറിയാത്തത്. കാരണം മെയ് 1 നടപ്പാക്കുമെന്ന് പറഞ്ഞൊരു തീരുമാനം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇന്നു മുതൽ 50 പേരെ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പാസ്സാക്കൂ എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ കാക്കനാട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്താണ്. അവിടെ ഈ ടെസ്റ്റിന് എത്തിയ ആളുകളും ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഇൻസ്ട്രക്ടർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ 50 പേരുടെ പ്രശ്നം അറിയുന്നത്. ഇപ്പോൾ ഈ 124 പേരാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൽ 50 പേരെ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവില്ല. 124 പേരെയും ടെസ്റ്റ് നടത്തിയാലും 50 പേർക്ക് മാത്രമേ പാസ്സാക്കൂ. അത്തരത്തിലൊരു നിർദ്ദേശം അനൌദ്യോഗികമായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ടെസ്റ്റുകൾ നടത്താതെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനിടയിൽ ആലുവയിൽ ഉൾപ്പെടെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രതിനിധികൾ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഉദ്യോഗസ്ഥർ നിങ്ങളോട് പറഞ്ഞത്? ടെസ്റ്റ് നടത്തുമെന്നോ ആളുകളെ തോപ്പിക്കുമെന്നോ? അതായത് മെയ് 1 മുതൽ ടെസ്റ്റിൻ്റെ പരിഷ്കാരം വരുന്നു എന്നുള്ളത് സർക്കുലർ ഉണ്ട് എങ്കിൽ തന്നെ ഇന്നലെ മാത്രമാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 50 പേരെ നിജപ്പെടുത്തി എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ കാക്കനാടിനെ സംബന്ധിച്ചിടത്തോളം 124 പേര് ഓൺലൈൻ ഡേറ്റ് എടുത്തിരിക്കുകയാണ്. ഈ ഓൺലൈൻ ഡേറ്റ് എടുത്തിരിക്കുന്ന ഈ 124 പേരിൽ നിന്ന് 50 പേരെ എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? അതിന് അത്തരത്തിലൊരു മറുപടി ഉദ്യോഗസ്ഥന്മാർക്കില്ല. തീർച്ചയായിട്ടും ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്. ഇന്നിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇൻറ്റേർണലായിട്ട് ഇവർ 124 പേരെ ചേർത്തുകൊണ്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എന്നാൽ 50 പേരെ ഇവർ തീരുമാനിച്ചിരിക്കുന്ന ഇന്നലെ മാധ്യമങ്ങളിലൂടെ കണ്ട 50 പേരെ മാത്രം പാസ്സാക്കിക്കൊണ്ട് ടെസ്റ്റ് മുമ്പോട്ട് പോകാം എന്നുള്ള തരത്തിലാണ് ഇന്ന് ഒരു തീരുമാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത് ആഫീസർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അദ്ദേഹം വന്നതിന് ശേഷം ഉണ്ടാവും. ഇത് ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ലൈസൻസ് വന്നിരിക്കുന്ന ആളുകളെ ഇപ്പോൾ നേരത്തെ ടോക്കൺ എടുത്ത് വന്നവർ അവരെയൊക്കെ ഇപ്പോൾ ഈ 50 പേരെ ജയിപ്പിക്കത്തുള്ളെങ്കിൽ പിന്നീട് അവരൊക്കെ റീടെസ്റ്റ് പോകുമ്പോൾ പിന്നെയും പൈസ അടച്ച് വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലേ? പുതിയതായിട്ട് ഇനി റീടെസ്റ്റിന് വന്നവർ 300 രൂപ വെച്ചിട്ട് പുതിയ ഫീസ് അടച്ച് റീടെസ്റ്റിന് വരേണ്ട ആവശ്യം വരും. അപ്പോൾ അത് കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് കൂടി ചേരുന്നുണ്ട്. കാക്കനാട് നിന്നുള്ള പ്രതികരണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. രാഹുൽ, കോഴിക്കോട് എന്താണ് അവസ്ഥ? അവിടെയും ഒരു 120 പേർക്കോളം ഇന്ന് ടെസ്റ്റ് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ഓൺലൈനിൽ നേരത്തെ തന്നെ ടോക്കൺ ഒക്കെ എടുത്ത് ആൾക്കാരെത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു തീരുമാനം വരുന്നത്. കോഴിക്കോട് മാത്രമല്ല, ഇപ്പം മലപ്പുറത്തുണ്ട്. എനിക്കൊന്നും ഒരു സംസ്ഥാന വ്യാപകമായ അതിർത്തിയിലേക്ക് പോകുന്നുണ്ടോ കാര്യങ്ങൾ? ക്രിസ്റ്റീന, ഹാഷ്മി, മുക്കം RTO ഓഫീസിന് കീഴിലുള്ള കൊടുവള്ളി RTO ഓഫീസിന് കീഴിലുള്ള മുക്കം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്നലെ ഉച്ചയോടെ തങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ചില അറിയിപ്പുകൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഒരു ദിവസം 50 ടെസ്റ്റുകൾ മാത്രം നടത്തിയാൽ മതിയെന്ന അറിയിപ്പ് ഇന്നലെ ഉച്ചയോടുകൂടി ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 50 പേരെ ടെസ്റ്റ് നടത്തിയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. മുൻ നിശ്ചയിച്ചത് പ്രകാരം 120 പേരാണ് ഇന്ന് മുക്കത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടത്. പക്ഷേ 50 പേരെ മാത്രമാണ് അനുവദിക്കുകയുള്ളൂ. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചിട്ടുള്ളത്. ഈ ടെസ്റ്റിനെത്തിയിട്ടുള്ള ആളുകളും അതോടൊപ്പം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആളുകളുമാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഇന്നത്തെ ടെസ്റ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാനാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനം. അതുമാത്രമല്ല, വലിയ ചിലവ് കൂടി ഇവർക്ക് അധികമായി വരികയാണ്. ഇനി വീണ്ടും ഇത് രജിസ്റ്റർ ചെയ്യണം. അതിന് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ 300 രൂപയിലധികം വീണ്ടും ചിലവ് വരും. അതോടൊപ്പം ജോലി ഉൾപ്പെടെ ഉപേക്ഷിച്ചാണ് പലരും ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഇപ്പോൾ വന്നിട്ടുള്ളത്. അവർക്കിനി എപ്പോൾ പകരം ഒരു സംവിധാനം ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. മൊത്തത്തിൽ അവ്യക്തതയാണ് ഇത് സംബന്ധിച്ച് നിലവിലുള്ളതെന്നാണ് ഉദ്യോഗാർത്ഥികളും അതോടൊപ്പം ഈ ഉദ്യോഗസ്ഥരും പറയുന്നത്. അപ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ മെയ് 1 നടപ്പാക്കുമെന്ന് അറിയിച്ചിരുന്നതാണ്. മെയ് 1 നടപ്പാക്കുമെന്ന് അറിയിച്ചിരുന്നപ്പോൾ തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ് ഡ്രൈവിംഗ് സ്കൂളുകാരും അല്ലാത്തവരുമൊക്കെ. അതിനകത്തൊരു പ്രാക്ടിക്കൽ പ്രശ്നമുണ്ട് യഥാർത്ഥത്തിൽ. അപ്പോൾ അത് മുന്നറിയിപ്പില്ലാതെ പടയെന്ന് ഇന്നങ്ങ് നടപ്പാക്കിയപ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതിഷേധം മനസ്സിലാക്കാം. എന്താ ഇവിടെ നന്ദനം കവി ചോദിക്കുകയാണ്, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും സംസ്ഥാനം വിട്ടു പോകേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നു. അതിന് മോൾ വേറൊരു പക്ഷേ അജി സോൾമേറ്റ്സ്, നല്ല രീതിയിൽ പഠിച്ച് വണ്ടി ഓടിക്കട്ടെ, വഴിയിൽ കൂടി ജനങ്ങൾക്ക് നടന്നു പോകാൻ കൂടി സാധിക്കണം. അപ്പോൾ ചില ആളുകൾ വണ്ടിയുമായി ഇറങ്ങിയാൽ പിന്നെ ആർക്കും ഫുട്പാത്തിൽ കൂടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറയുന്നു. അതും ശരിയാണ്, നല്ല രീതിയിൽ വണ്ടി ഓടിക്കണം. പക്ഷേ ഇവിടെ 120ഓളം പേര് ടെസ്റ്റിന് തയ്യാറായൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അസൗകര്യം ഉണ്ടാകുന്നതാണ് അതിലെ ഒരു പ്രശ്നം.